ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആൻ്റണി CCTV ഫുട്ടേജുമായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ശ്രുതിക്ക് മുമ്പിലേക്ക് ഒന്നുമില്ലാതെ ആൻ്റണി വരുവാണ്. അപ്പോൾ CCTV ഫുട്ടേജ് കിട്ടിയില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അതിൻ്റെ കാരണം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, പരിചയമില്ലാത്തവർക്കൊന്നും കൊടുക്കില്ലെന്നാണ് പറഞ്ഞ്. അമ്പലത്തിൽ മുമ്പിൽ പൂക്കട വെച്ചിരിക്കുന്ന ലക്ഷ്മിയെയും രേവതിയെയും ശരത്തിനെയൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് പോലും അവരെനിക്കത് തന്നില്ല എന്നൊക്കെ ആൻ്റണി പറയുവാണ്. അത് മാത്രമല്ല, ഈ രേവതി ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, രേവതിയും അപ്പോൾ CCTV ഫുട്ടേജ് ചോദിച്ച് അമ്പലത്തിൽ ചെന്നായിരുന്നല്ലേ, അവൾ അപ്പോൾ ഇത് വിട്ടിട്ടില്ല എന്ന് ശ്രുതി മനസ്സിലാക്കുവാണ്. ആൻ്റണി അമ്പലത്തിലോട്ട് കയറി ചെന്നത് ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, പിന്നെ രേവതിയുടെ അമ്മയും അനിയത്തിയും ശരത്തും എല്ലാവരും കണ്ടു എന്ന് പറയുവാണ്. അപ്പോൾ ഈ ശ്രുതി പറയുന്നുണ്ട്, അവരൊക്കെ കണ്ടു. ഇനി ആ മാനേജർ ഫുട്ടേജിൻ്റെ കാര്യം നിങ്ങളുടെ പേരും പറഞ്ഞ് ചോദിക്കാനാണ് ആൻ്റണി വന്നതെന്നുള്ള വിവരം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഞാനാണ് ആൻ്റണിയെ വിട്ടതെന്നുള്ള കാര്യം ആ രേവതിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുവാണ് ശ്രുതി. എന്നിട്ട് പറയുന്നുണ്ട്, അവരൊന്നും ഇല്ലാത്ത ടൈമിൽ ആൻ്റണിക്ക് അമ്പലത്തിൽ പോയി ഫുട്ടേജ് ചോദിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, അവർ വൈകുന്നേരം അമ്പലം അടക്കുന്നത് വരെ അവിടെ പൂ വിൽക്കുന്നവരാ, പിന്നെ നട അടച്ചു കഴിഞ്ഞിട്ട് CCTV ഫുട്ടേജ് ചോദിക്കാൻ പോയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശരി എന്നാൽ അത് വിട്ടേക്ക്, ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ ഫുട്ടേജ് കിട്ടാൻ വേറൊരു വഴിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, പോലീസ് വഴി മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടത്തുള്ളൂ. നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകും. ആ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും അയച്ചതാ, ഞാൻ ആ ഫുട്ടേജ് വെച്ചിട്ട് അവിശ്വനാഥൻ എന്ന് പറഞ്ഞ ഫ്രോഡിനെ കണ്ടുപിടിച്ച് തരാം എന്നൊക്കെ ആൻ്റണി പറഞ്ഞിട്ടും പോവാണ്. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ ശ്രുതിയെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട്. ശ്രുതി CCTV ഫുട്ടേജ് എടുക്കാൻ പോയിട്ട് നടന്നില്ല, പോലീസ് വഴി മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ആ പോലീസുകാരോട് സംസാരിച്ചിട്ട് എത്രയും വേഗം ആ ഫുട്ടേജ് കളക്ട് ചെയ്യാൻ നോക്കുമെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതി മലേഷ്യയിൽ നിന്ന് വന്ന ആ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള സദ്യ റെഡിയാക്കുന്നുള്ള തിരക്കുകളൊക്കെയാണ്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചിയെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ, പൂ വെക്കുന്നു, എല്ലാ ജോലികളും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ എല്ലാ പണികളും എടുക്കുന്നുണ്ട്, ഒരാളെ കൊണ്ട് ഇത്രയും ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കുമോ, അതും കുക്കിംഗ് ഒക്കെ എന്ത് സ്പീഡിലാണ് രേവതി ചേച്ചി ചെയ്യുന്നത്, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊക്കെ ശീലമായി വർഷയെന്ന് പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇങ്ങനെ എല്ലാ ജോലികളും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് സഹായത്തിന് ഒരാളെ വെക്കാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് വരെ ഇവിടെ സഹായത്തിനൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഞാൻ വന്നതിന് ശേഷം അവരെ പറഞ്ഞു വിട്ടു എന്ന് പറയുവാണ്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അവരെ പറഞ്ഞു വിട്ടത്? അപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ വർഷയെ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇനിയും ഒരാളെ വെക്കാം രേവതി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അങ്ങനെ ഒരാളെ അമ്മ ഇനി വെക്കുമെന്ന് തോന്നുന്നില്ല വർഷേ, അമ്മ എന്നെ ഇവിടുത്തെ ഒരു ജോലിക്കാരിയായിട്ടാണ് കാണുന്നത്, എനിക്കാവുമ്പോൾ ശമ്പളമൊന്നും കൊടുക്കണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും വർഷക്ക് അത് ഫീലാവുകയാണ്. വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, രേവതി ചേച്ചി ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല, ഞങ്ങളെപ്പോലെ തന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ, രേവതി ചേച്ചി ഈ വീട്ടിലെ ചിലവിന് കാശ് വരെ കൊടുക്കുന്നുണ്ട്, പിന്നെ എന്താ ഒരാളെ വെച്ചാൽ ഞാനിപ്പോൾ തന്നെ ആൻറ്റിയോട് പോയി ചോദിക്കാമെന്ന് പറയുമ്പോഴേക്കും രേവതി തടയുവാണ്. വർഷ പോയി ചോദിക്കുകയൊന്നും വേണ്ട, അമ്മ വർഷയെ ചീത്തയൊന്നും പറയത്തില്ല, പിന്നെ ആ ദേഷ്യവും കൂടി എൻ്റെ അടുത്തായിരിക്കും തീർക്കുന്നത്, അതൊന്നും വേണ്ട വർഷയെ, എനിക്കിപ്പോൾ ഇതൊക്കെ ശീലമായില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഒരു ജോലിക്കാരിയാണെന്നുള്ളൊരു തോന്നലില്ലേ, അതാദ്യം മാറ്റ്, ഞാൻ രേവതി ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടല്ലേ കാണുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് ശരിയാ, പക്ഷേ അമ്മയും കൂടി എന്നോട് അങ്ങനെ പെരുമാറിയിരുന്നെങ്കിലോ, എന്നെങ്കിലും അമ്മയ്ക്ക് എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നൊരു ദിവസം വരുമെന്ന് ഞാനിപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക വർഷ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര വരുവാണ്. ചന്ദ്ര വന്ന് നോക്കുമ്പോഴേക്കും രേവതി ഒരുപാട് പച്ചക്കറികളൊക്കെ ഇരുന്ന് കട്ട് ചെയ്യുവാണല്ലോ. ചന്ദ്ര അത് കാണുമ്പോൾ ഞെട്ടുന്നുണ്ട്, ഇതെന്താടി ഇവിടെ കല്യാണം വല്ലതും ഉണ്ടോ, ഇത്രയും പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിയാൻ വേണ്ടിയിട്ട്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ അത് പിന്നെ സച്ചിയേട്ടൻ രണ്ടുപേരുമായിട്ട് ഇന്ന് വീട്ടിലോട്ട് വരും, അവർക്ക് വേണ്ടിയിട്ടൊരു ചെറിയ സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, സദ്യയോ, ആരെയാ കൂട്ടിക്കൊണ്ട് വരുന്നത്, എന്നോട് ചോദിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാ നിനക്ക് അനുവാദം തന്നതെന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് രേവതിയോട്. മലേഷ്യയിൽ നിന്ന് 2 പേരാണ് വരുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ സദ്യ ഒരുക്കുക സച്ചേട്ടൻ പറഞ്ഞിട്ടാ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഓഹോ, ട്രിപ്പിന് വണ്ടിയിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ സച്ചി ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത്, ഇതെന്താ ഹോട്ടലാണോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഹോട്ടലാണോ എന്നൊക്കെ സച്ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവാണ്. രേവതിയുടെ തറുതല വർത്താനം കേൾക്കുമ്പോഴേക്കും ചന്ദ്ര തുള്ളി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്ര നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നമ്മളോട് ചോദിക്കാതെ ദേ
സച്ചി ആരെയോ 2 പേരെ കൊണ്ടുവരുന്നുണ്ട്, അവർക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കുന്ന തിരക്കില്ല നിങ്ങളുടെ മരുമകളെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അവൻ എന്നോട് ചോദിച്ചായിരുന്നു, എന്നോട് പറഞ്ഞിട്ടാണ് അവൻ അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രക്ക് അതൊന്നും പിടിക്കുന്നില്ല. ചന്ദ്ര ദേഷ്യത്തിൽ തന്നെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രയെ നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിൽ അതിഥികളായിട്ട് വരുന്നവർക്കും നമ്മൾ വയറ് നിറയെ ഭക്ഷണം കൊടുക്കണം, അപ്പോഴേ നമ്മുടെ കുടുംബത്തിനും അത് നല്ലതായിട്ട് ഭവിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിന് എന്താ കുഴപ്പം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. പിന്നെ കാണിക്കുന്നത് സുധി സ്റ്റേഷനിലോട്ട് പോവുകയാണ്. സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പോലീസുകാരോട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ കേസൊക്കെ എന്തൊക്കെയായി, ആ വിശ്വനാഥനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരമൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും പോലീസുകാർ ചോദിക്കുന്നുണ്ട്, താൻ ആരാ എന്താന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട്, ഞാൻ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് വീട് മേടിച്ചിട്ട് ഒരാൾ 30 ലക്ഷം പറ്റിച്ചതായിട്ട് പരാതി തന്നില്ലേ, ആ സുധിയാ ഞാൻ, ആ കേസിൻ്റെ കാര്യം അറിയാൻ വേണ്ടി വന്നതാന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസുകാരിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട്, സാർ ഞാൻ അഡ്വാൻസ് കൊടുത്തത് അമ്പലത്തിൽ വെച്ചിട്ടാണ്, ആ അമ്പലത്തിലെ CCTVയിൽ ഈ വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആളുടെ ഫൂട്ടേജ് പതിഞ്ഞിട്ടുണ്ട്, സാർ ഇപ്പം തന്നെ എൻ്റെ കൂടെ വരണം, നമുക്ക് ആ CCTV ഫൂട്ടേജ് കളക്ട് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട്, താൻ എന്താണ് ഇവിടെ വന്ന് ആജ്ഞാപിക്കുന്നത് ഞങ്ങളോട്, സാർ ഞാൻ പോയി ചോദിച്ചിട്ട് അയാൾ ആ ഫൂട്ടേജ് തരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും പോലീസുകാർക്ക് ദേഷ്യം വരുന്നുണ്ട്, താൻ എന്തിനാ ഇങ്ങനെ CCTV ഫൂട്ടേജ് ചോദിച്ച് അമ്പലത്തിലോട്ടൊക്കെ പോയത്, അതൊന്നും താൻ ചെയ്യേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അതാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, എൻ്റെ കൂടെ വരണം, എൻ്റെ ഭാര്യ തന്നെ ഇപ്പോൾ പകുതി ജോലിയും ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾ ആ ഫൂട്ടേജ് വെച്ച് ആളെ കണ്ടുപിടിച്ച് തന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോഴേക്കും പോലീസുകാർക്ക് ദേഷ്യം വരുന്നുണ്ട്, ഓഹോ തൻ്റെ ഭാര്യ തന്നെ പകുതി പണി ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ ഭാര്യയോട് തന്നെ പറ, എന്നാൽ ബാക്കി അയാളെയും കൂടി കണ്ടുപിടിക്കാൻ എന്ന് പറയുവാണ്. എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ കാശല്ലേ സാർ, അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ചൂടുണ്ടാവില്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ വരണം, ആ CCTV ഫുട്ടേജിൽ നന്നായിട്ട് അയാളുടെ മുഖം പതിഞ്ഞിട്ടുണ്ട്, പ്ലീസ് സാർ എന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട്, താൻ പറയുമ്പോൾ തന്നെ വരാൻ ഞങ്ങൾ ആരാ, ഞങ്ങൾ അന്വേഷിച്ചോളാം, താൻ ആദ്യം ഒരു പരാതി എഴുതിത്താ, ഇയാൾ എവിടെ വെച്ച് കണ്ടു, എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, പുറത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് ഒരു കംപ്ലയിൻറ്റ് എഴുതിത്താന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, സാർ ഞാൻ അയാളായിട്ട് എവിടെയും പോയിട്ടില്ല, ആകെ പോയത് അമ്പലത്തിൽ, അത് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി മാത്രം, പിന്നെ ഞങ്ങൾ കണ്ടതൊക്കെ അയാളുടെ വീട്ടിൽ വെച്ചിട്ടാണെന്ന് പറയുവാണ് സുധി. ഈ അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യം താ കംപ്ലൈൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും സുധി ഇല്ലെന്ന് പറയുവാണേ, അന്ന് അത് ആദ്യം കംപ്ലൈൻ്റ് ആയിട്ട് എഴുതിത്താ, എന്നാലേ ഞങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുവാണ്. പിന്നെ ഇതൊക്കെ എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞങ്ങൾക്കറിയാം, താൻ പഠിപ്പിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പോലീസുകാർ സുധിയോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അവസാനം സുധി ഒരു കംപ്ലൈൻ്റ് ഒക്കെ എഴുതിയിട്ട് പോലീസിൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടിയാൽ തന്നെ വിളിച്ച് ഞങ്ങൾ അറിയിച്ചോളാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, താൻ ഇപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ പറഞ്ഞു വിടുവാണ്. പിന്നെ കാണിക്കുന്നത് രേവതി കുക്ക് ചെയ്യുന്നതാണ്. മണം കേട്ട് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ഇവിടെ വല്ല വിശേഷമുണ്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള തേങ്ങയൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് ശ്രുതി. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഇന്ന് ഇവിടെ 2 പേര് വരുന്നുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, ആര് 2 പേര്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ്റെ കാറിലെ പുറംനാട്ടിൽ നിന്നും വന്ന 2 പേര് വന്നിട്ടുണ്ടായിരുന്നു, അവർക്കിന്ന് വിവാഹ വാർഷികമാണ്, അപ്പോൾ അവർക്ക് വേണ്ടി ചെറിയൊരു സദ്യ ഒരുക്കുക ഞങ്ങൾ ഇവിടെ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി കളിയാക്കുന്നുണ്ട്, ഓഹോ സച്ചി എന്താ വല്ല ഓഫറും കൊടുത്തിട്ടുണ്ടോ, കാറിൽ ട്രിപ്പിന് കയറുന്നവർക്ക് ഉച്ചക്കത്തെ ഭക്ഷണം ഫ്രീ എന്ന് വല്ലതും, അതുകൊണ്ടാണോ ഇങ്ങനെ സദ്യയൊക്കെ ഒരുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കുവാണ് ശ്രുതി. സച്ചേട്ടൻ ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, വണ്ടിയിൽ കയറി അവർക്ക് വിവാഹ വാർഷികം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് ഫുഡ് കൊടുക്കുന്നു, അതിലെന്താ തെറ്റെന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വർഷയെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല, സച്ചേട്ടൻ ആരാണ് എന്താണെന്നൊക്കെ സച്ചേട്ടനായിട്ട് അടുത്തിടപഴകുന്നവർക്കറിയാം, അതറിയാത്തവർ മനസ്സിലാക്കുകയും വേണ്ട എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, രേവതി ടെൻഷൻ ആവണ്ട, ഞാൻ ജസ്റ്റ് ഒരു തമാശയ്ക്ക് പറഞ്ഞതാ, വേഗം ഭക്ഷണം ആകുമ്പോഴേക്കും എന്നെ വിളിച്ചാൽ മതി, ഞാൻ മുറി കാണും എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ളൊരു കഷ്ണം തേങ്ങയും കൂടി എടുത്തിട്ട് ശ്രുതി മുറിയിലോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി അവരുമായിട്ട് വീട്ടിലോട്ട് വരുവാണ്, ചന്ദ്രോദയത്തിലോട്ട് വരുവാണ് ഈ മലേഷ്യൻ കപ്പിൾസിനെയും കൊണ്ട്. വീട്ടിലെത്തുമ്പോഴേക്കും സച്ചി എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെയുണ്ട്. ശ്രുതിയില്ല ആ സമയത്ത്, ശ്രുതി മുറിയിലായതുകൊണ്ട് തന്നെ ശ്രുതിയെ പരിചയപ്പെടുത്തുന്നില്ല, ബാക്കി എല്ലാവരും ഹോളിലുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മലേഷ്യയിലെ 2 ദമ്പതികളും സച്ചിയെപ്പറ്റി ഒരുപാട് പുകഴ്ത്തി പറയുന്നൊക്കെയുണ്ട് ഇവരുടെ മുമ്പിൽ. സച്ചിയെപ്പോലൊരു മോനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്, അവനെ വേണമെങ്കിൽ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് എത്തിക്കാനുള്ളിടത്ത് എത്തിച്ചിട്ട് പോകാം, പക്ഷേ ഞങ്ങളെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ കണ്ട് ഒരു മകൻ എന്ത് ചെയ്തു കൊടുക്കുമോ അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം ചെയ്തു തന്നു, നിങ്ങൾ ശരിക്കും
ശരിക്കും ഭാഗ്യം ചെയ്തവരാന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ സച്ചിയെ പുച്ഛത്തോടെയൊക്കെ നോക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, സച്ചിക്ക് 2 ബ്രദേഴ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ഇതിപ്പോൾ ഒരാളല്ലേ ഉള്ളൂ, ഒരാൾ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അവനൊരു ഷോറൂം നടത്തുന്നുണ്ട്, അവിടെയാണെന്ന് പറയുവാണ്. ശ്രീകാന്തിനെ വർഷയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, നിങ്ങൾ പുറത്തുനിന്ന് വരുന്നവരാണെന്ന് പറഞ്ഞായിരുന്നു സച്ചി, എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇത് നമ്മുടെ പാലറേട്ടത്തിയുടെ നാട്ടുകാരാ, ഇവർ മലേഷ്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി മുകളിൽ നിന്നത് കേൾക്കുവാണ്. ശ്രുതിക്ക് അത് കേൾക്കുമ്പോഴേക്കും ടെൻഷൻ ആവുകയാണ്. ഈശ്വര, മലേഷ്യയിൽ നിന്നാണോ വന്നിരിക്കുന്നത്, അപ്പോൾ എന്തായാലും ഇവർ എൻ്റെ അച്ഛനെ പറ്റിയൊക്കെ അന്വേഷിക്കും, എനിക്ക് പേടിയാവുന്നല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി വേഗം മുറി കയറി ഡോർ അടച്ചിരിക്കുവാണ്. ചന്ദ്രക്ക് മലേഷ്യ എന്ന് കേൾക്കുമ്പോഴേക്കും സന്തോഷമാവുകയാണ്. മലേഷ്യയിൽ നിന്നും വരുന്നവരാണോ, എൻ്റെ മൂത്ത മരുമകളും മലേഷ്യക്കാരിയാണ്, മലേഷ്യയിലെ വലിയൊരു കോടീശ്വരനാണ് എൻ്റെ മോളുടെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർ ചോദിക്കുന്നുണ്ട് മലേഷ്യയിൽ എവിടെയാണെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ചന്ദ്രക്ക് സ്ഥലപ്പേരൊന്നും കിട്ടുന്നില്ലേ, മലേഷ്യയിൽ എവിടെയാണെന്ന് വെച്ചാൽ മലേഷ്യയിലെന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ മലേഷ്യയിൽ ഇന്ന സ്ഥലത്ത് നിന്നും വരുന്നതാ, അതുപോലെ ഒരു സ്ഥലം കാണില്ലേ, അതെവിടെയാണെന്ന് ചോദിച്ചെന്ന് പറയുമ്പോഴേക്കും വർഷ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഓഹോ അവിടെ നിന്നാണോ, അവിടെ എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ആണോ, ഞാനന്ന് ഇപ്പം തന്നെ എൻ്റെ മരുമോളെ വിളിക്കാം, മോളെ ശ്രുതി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് ചന്ദ്ര വിളിച്ചു പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച മുറിയിൽ ഇങ്ങനെ തന്നെ നിൽക്കുവാണ്. ശ്രുതിക്ക് നിങ്ങൾ മലേഷ്യയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാവുമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ശ്രുതി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്രുതിയാണെങ്കിൽ ഡോറ് തുറക്കുന്നില്ലേ, ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ശ്രുതി വിചാരിക്കുന്നുണ്ട് ഇവരായിരുന്നു രേവതി പറഞ്ഞ ഗസ്റ്റ്, മലേഷ്യയിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്തോട്ട് പോയാനായിരുന്നു, ഇനി എന്ത് ചെയ്യാനാ, എന്നോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇനി അവർ ചോദിക്കുമല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുവാണേ ശ്രുതി. അപ്പോൾ ശ്രീകാന്തിനോട് ഈ മലേഷ്യയിലെ ആളുകൾ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഷെഫാണെന്ന് അറിയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട് മലേഷ്യയിലെ ഷെഫുകാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, അവിടെ വന്നൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കൂടെ, നല്ലതാ, ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസും ടൂറിസ്റ്റുകാരും വരുന്ന സ്ഥലമാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്ക് അവിടെ നിന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നതാ, പക്ഷേ അങ്ങോട്ട് പോകാൻ എനിക്ക് ആ ടൈമിൽ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട് ആഹാ എന്നാൽ വന്നോളൂ ഞാൻ സഹായിക്കാം, അവിടെ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാവുന്ന റെസ്റ്റോറൻറ്റ്സും കുറേ ഉണ്ടെന്നൊക്കെ ഇവർ പറയുവാണ്. അപ്പോൾ ശ്രീകാന്തിനും സച്ചിക്കൊക്കെ അത് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിലോ ഈ ശ്രുതി എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട് പോയി മിണ്ടിക്കഴിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് മുറിയിലുണ്ടായിരുന്ന കുറേ പഞ്ഞി എടുത്തിട്ട് കവളിൽ ഇങ്ങനെ തിരികെ കയറ്റുവാണ്. കവൾ എന്നിട്ട് പല്ലുവേദനുള്ള പോലെ അഭിനയിക്കാനാണ് ശ്രുതിയുടെ പ്ലാന്. എന്നിട്ട് ഇങ്ങനെ കവളും വീർപ്പിച്ച് ശ്രുതി പയ്യെ ഡോറും തുറന്ന് പുറത്തോട്ട് പോവാണ്. ചന്ദ്ര ശ്രുതിയെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട് മോളെ ശ്രുതി, ഇവർ നിന്റെ നാട്ടുകാരാ, മലേഷ്യയിൽ നിന്നാണ് വരുന്നത്, നിന്റെ നാട്ടിലുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ അറിയാം, ഒരുപാട് ആളുകളെ അറിയാം എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് ചന്ദ്ര ശ്രുതിയുടെ മുഖം വീർത്തിരിക്കുന്നതായിട്ട് കാണുന്നത്. എന്തു പറ്റി മോളെ, ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, നിനക്കിതെന്തു പറ്റി ഇവിടെയൊക്കെ വീർത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ആക്ഷൻ കാണിച്ച് പറയുന്നുണ്ട് ആൻറ്റി പല്ലുവേദന എടുത്തിട്ട് വയ്യ, ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇതെന്ത് പറ്റി മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനാവുന്നുണ്ട്. അപ്പോൾ ശ്രുതി വീണ്ടും പറയുന്നുണ്ട് ആൻറ്റി ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോട്ടെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ ആക്ഷൻ കാണിച്ചൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും ഇവർ മലേഷ്യക്കാരായതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചത്, മോളുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് അവരുടെ അടുത്ത് പറഞ്ഞേ, ഏതാ സ്ഥലമെന്ന് പറ, അവരിപ്പോൾ തന്നെ മോളുടെ അച്ഛനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിയാവോ എന്നൊക്കെ പറഞ്ഞു തരും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അപ്പോഴും ഇങ്ങനെ വേദന അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് മലേഷ്യയിൽ എന്ത് ചെയ്യുക മോളുടെ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഹോട്ടൽ ബിസിനസ് ആണെന്നല്ലേ ശ്രുതി ചേച്ചി അന്ന് പറഞ്ഞത്. അപ്പോൾ മലേഷ്യൻ കപ്പിൾസ് പറയുന്നുണ്ട് ഹോട്ടൽ ബിസിനസ് ആണോ, ആഹാ എവിടെയാണ് നടത്തുന്നത്, എനിക്ക് അവിടെ ഒരുപാട് ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരെ അറിയാമെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഒന്നുകൂടെ വേദന കൂടി തല കറങ്ങുന്നത് പോലെയൊക്കെ അഭിനയിക്കുവാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ അവൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പറ്റിയ വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി എളുപ്പം ഓടിപ്പോവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് മോൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാമെന്ന് പറഞ്ഞ് ശ്രുതിയുടെ പുറകെ പോകുമ്പോഴേക്കും ശ്രുതി തടയുവാണ്. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയും ഒറ്റയ്ക്കൊന്നും പോകണ്ട, ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് വർഷ ശ്രുതിയുടെ കൂടെ പോവാണ്. അങ്ങനെ ശ്രുതി ആ സിറ്റുവേഷനിൽ നിന്നും ഒഴിഞ്ഞു മാറി പോവാണ്. സച്ചിക്കും രേവതിക്കും ശ്രുതിയുടെ ഈ പല്ലുവേദന ഒരു കള്ളത്തരമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു അഭിനയമാണ് ശ്രുതി ഇവിടെ കാഴ്ചവെച്ചതെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ സംശയത്തോടെ തന്നെ ശ്രുതി ഇങ്ങനെ പോകുമ്പോഴൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പന്തിരിപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.